ഹലോ എവരി വൺ വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചണ ചാട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെയിറ്റ് ലോസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ടേസ്റ്റി നല്ല ഹെൽത്തി റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ലഞ്ചിനോ നമ്മളിതാണെങ്കിൽ കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് ഞാൻ വെള്ളക്കടലയും കൊണ്ട് കാണിക്കുന്നത് കേട്ടോ. ഇത് വെള്ളക്കടല ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ കടല, കറുത്ത കടല വരത്തില്ലേ, അതും കൊണ്ടാണെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഒരു കപ്പ് കടലയാണെങ്കിൽ ഓവർനൈറ്റിന് വേണ്ടി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് വെള്ളമൊക്കെ കളഞ്ഞ ശേഷം ഒരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 3 വിസിൽ വന്ന് ആകുമ്പോഴത്തേക്ക് ഇത് പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ഇതായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് പാകത്തിനായി വന്നിട്ടുണ്ട്. വെന്തങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഒരു തക്കാളി, ഒരു കുക്കുംബർ, പിന്നെ ഒരു ഓണിയൻ, സവാള പൊടിയായി അരിഞ്ഞതും, മല്ലിയിലയും പച്ചമുളകും, ഒരു പകുതി നാരങ്ങയുടെ നീരും എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഗരം മസാലയും, പിന്നെ നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ നമുക്ക് ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ നമുക്ക് ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ കുരുമുളക് പൊടി പൊടിച്ചത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനകത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കാണെങ്കിൽ ഇതിനകത്ത് ആംചൂർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ കുറച്ച് കായം, ഒരു 1/4 ടീസ്പൂൺ നമുക്ക് കായപ്പൊടിയും ഇട്ട് കൊടുക്കണം. ഇത്രയും സാധനം കൂടി നമുക്ക് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയും മസാലയുടെ ആവശ്യമുണ്ട് നമുക്ക്. കുറച്ചധികം വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് പാനിലാണെങ്കിൽ എന്നാൽ നമ്മൾ നേരെ മസാല ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാനിൽ നമുക്കാണെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലാണെങ്കിലും നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചെടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ പച്ചമുളക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്നില്ല, അത് നമുക്ക് അതിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 or 4 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര സ്പൈസിയാണ് നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോത്തേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മസാല റെഡിയാക്കി വെച്ചേക്കുന്നത് അത് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് മൂത്തൊന്ന് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ ഹൈ ഫ്ലെയിമിൽ വെച്ച് കരിച്ചൊന്നും കളയല്ലേ. പിന്നെ നമുക്ക് കളറിന് വേണമെങ്കിൽ കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ആഡ് ചെയ്യാൻ മറന്നുപോയത് കൊണ്ട് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളേ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആയി വന്നില്ലേ. നമ്മളിനി കടല വേവിച്ച് വെച്ചേക്കുന്നില്ല, അതിന് വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ കടല അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ടോസ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പാകമായി വരുന്നവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ടോസ് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ടും ചെയ്യാൻ മറന്നു പോവല്ലേ. പിന്നെ അതിന് തൊട്ടടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാലും ഞാനിവിടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായി ഡ്രൈ ആയി പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതിയേ. നമുക്കാണെങ്കിൽ ഇതൊരു ബൗളിൽ ഇട്ട് കൊടുക്കാം. ഒരു ഇച്ചിരി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിമിന് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഒത്തിരിയും കരിച്ചും കളയേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഡ്രൈ ആയി പാകത്തിനായി വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ കേട്ടോ. ഞാൻ ഇളക്കി കൊടുത്ത് തണുപ്പിച്ചതിന് ശേഷം നമുക്കൊരു ബൗളിൽ ഇതിട്ട് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നില്ലേ, കുക്കുംബർ, തക്കാളി, സവാള പൊടിയായി അരിഞ്ഞത്, ഇതെല്ലാം നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നാരങ്ങ നീര് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കണം. പിന്നെ ആണെങ്കിൽ നമുക്കിത് എല്ലാം ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നോക്കണം കേട്ടോ. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യം വരും. എന്ന് വെച്ചാൽ നമ്മൾ തക്കാളി, കുക്കുംബർ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം വരും. പിന്നെ നാരങ്ങ നീരൊക്കെ നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ, പുളിയൊക്കെ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയത് നിങ്ങളെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വെള്ളക്കടലില്ലെങ്കിൽ നമ്മൾ നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന കടലക്കറിക്കൊക്കെ ഉപയോഗിക്കത്തില്ല. ആ കടലയാണെങ്കിൽ അതും കൊണ്ടാണെങ്കിൽ നമുക്ക് സെയിം ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലൊരു ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ എന്നെ അറിയിക്കണേ എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നുപോലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.